എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എന്താണ് റൊമാൻറ്റിക് ലവ് എന്നതിനെക്കുറിച്ചൊരു ചെറിയ കഥ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അത് നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കാട്ടിലൂടെ നടന്നു പോകുമായിരുന്നു. ഒരു കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും ഒരു കുരങ്ങനും കുരങ്ങൻ്റെ വൈഫും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഒരു ഭയങ്കര റൊമാൻറ്റിക്കൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ദേ മനുഷ്യ നോക്ക്, കണ്ടില്ലേ ആ കുരങ്ങനും അതിൻ്റെ ഭാര്യയെ എന്തൊരു സ്നേഹമാണ്, ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരായാലെന്നൊക്കെ പറഞ്ഞു ഭർത്താവിനെ കുറ്റപ്പെടുത്തി. അത് കേട്ടിട്ട് ഭർത്താവ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ പിന്നെയും ശകലം കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു സിംഹവും സിംഹത്തിൻ്റെ ഭാര്യയും ഇരിക്കുന്നത് കണ്ട്. രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അവിടെ വലിയ റൊമാൻസ് ഒന്നും കണ്ടില്ല. ഇത് കണ്ടപ്പോൾ ഭാര്യ വീണ്ടും ഭർത്താവിനോട് പറഞ്ഞു, ദേ കണ്ടില്ലേ മനുഷ്യ, കാട്ടിലെ രാജാവാണെന്നൊക്കെയാണ് പറയുന്നത്, ഒരു സ്നേഹവും ഇല്ല. ഇവരുടെയൊക്കെ ജീവിതം എന്തൊരു ബോറായിരിക്കും അല്ലേ എന്നൊക്കെ വീണ്ടും ഭർത്താവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാനൊരു കാര്യം പറയാം, നീ ആദ്യമേ ഒരു കല്ലെടുക്കുക. ആ കല്ലെടുത്തിട്ട് നീ ആദ്യം കണ്ട കുരങ്ങനിട്ട് ഒരു ഏറ് കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഭാര്യ ഒരു കല്ലെടുത്ത് കുരങ്ങനിട്ട് ഒരു ഏറ് കൊടുത്തു. ആ ഏറ് കൊണ്ടതും കുരങ്ങൻ ഒരു വഴിയും കുരങ്ങൻ്റെ ഭാര്യ വേറൊരു വഴി ഒരൊറ്റ വട്ടം കൊടുത്തു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ആ കല്ലെടുത്ത് ആ സിംഹത്തെ ഒന്ന് എറിയാൻ പറഞ്ഞു. ഭാര്യ കല്ലെടുത്ത് എറിയാൻ ഒരുങ്ങിയതും സിംഹം പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ നേരെ ഒരു സംരക്ഷണം പോലെ ഇങ്ങനെ അടുത്ത് വന്ന് നിന്നു. അന്നപ്പം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്താണ് റൊമാൻറ്റിക് ലൈഫ് എന്ന്. അതായത് തൻ്റെ ഭാര്യയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ എന്ത് വില കൊടുത്തും അവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഭർത്താവിൻ്റെ കടമ. അതാണ് ആ സിംഹം അവിടെ കാണിച്ചത്. അല്ലാതെ 24 മണിക്കൂറും ഒന്നിച്ച് കിടക്കുന്നതോ എപ്പോഴും റൊമാൻറ്റിക്കായിട്ടിരിക്കുന്നതോ ഒന്നുമല്ല ശരിക്കുള്ള ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് തൻ്റെ ഭർത്താവ് എന്താപത്ത് വന്നാൽ തന്നെ കാത്ത് സംരക്ഷിക്കുമെന്ന ഒരു പെണ്ണിൻ്റെ വിശ്വാസമായിരിക്കണം ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലും. അതാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം. ഇതിനെയാണ് യഥാർത്ഥ റൊമാൻറ്റിക് എന്ന് പറയുന്നത്. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്നതോ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നതോ അതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലതാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഏറ്റവും പ്രാധാന്യം തൻ്റെ ഭർത്താവിനോട് തനിക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു അവകാശം ഭാര്യയ്ക്കുണ്ടായിരിക്കണം. അതായത് മറ്റുള്ളവരോട് പറയുന്നതിന് തൻ്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒരു മടിയും ഒളിയും ഇല്ലാതെ തൻ്റെ ഭർത്താവിനോട് തുറന്നു പറയാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയായിരിക്കും ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.